മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പാചകത്തിനായിട്ട് എടുക്കാൻ പോണത് മുളക് കയറി പറ്റിച്ച മീൻകറി. സാധാരണ ഒരുവിധപ്പെട്ടവരെല്ലാവരും ചെറിയ ഉള്ളി, സവാള, തക്കാളി ഇതെല്ലാം ചേർത്ത മീൻ മുളക് കയറി പറ്റിക്കണം. പക്ഷെ ഞാനിതൊന്നും ചേർക്കാറില്ല. അല്ലാത്ത രീതിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഇത് മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് കുടംപുളി ആട്ടോ. ഇത് നല്ല പുളിയുള്ള, പിന്നെ 1/2 കിലോ മീനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തേക്കണം. കരിയാപ്പില, ഇഞ്ചി, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇത് വന്നിട്ട് കാശ്മീരി പൊടിയാണ്. അപ്പോൾ അത് വന്നിട്ട് ഞാൻ 4 സ്പൂൺ, ചെറിയ സ്പൂണിന് 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടി ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈസ്റ്റേണിൻ്റെ ഫിഷ് മസാല ചേർക്കാറുണ്ട് കേട്ടോ മീൻ കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാനൊരു 2.5 സ്പൂൺ ഇതിൻ്റെ ഈ ഫിഷ് മസാല എടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. ഇത്രയാണ് ഇതിന് വേണ്ട ചേരുവകളൊക്കെ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് പാചകം ചെയ്യണമെന്നൊന്ന് നോക്കാം കേട്ടോ. നമുക്കിനി മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ ചട്ടിക്കകത്തേക്ക്. ആ പച്ചമുളകും ഇഞ്ചിയും കരിയാപ്പിലയും എല്ലാം വഴണ്ട് വരണം, ആ മുളക് പൊടിയും സാധനങ്ങളൊക്കെ. അതിന് വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ അധികം ഒഴിക്കാം കേട്ടോ. ആ ചട്ടിയിലെല്ലാം ഒന്ന് ആവാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണേ. അപ്പം നല്ല ഇത് നമ്മൾ മൂപ്പിക്കാനിടുമ്പോൾ നന്നായിട്ട് കിട്ടും. ഇടാം കേട്ടോ. കടുക് പൊട്ടിയേ. അപ്പം ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, കരിയാപ്പില. ഇതെല്ലാം കിടന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് നല്ല ഒന്ന് മൂപ്പായി വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാതെ. ഉപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇനി നമുക്കിത് സിമ്മിലാക്കണേ. എന്നിട്ട് വേണം ബാക്കി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, മറ്റേ സാധാ മുളക് പൊടി, ഫിഷ് മസാല എല്ലാം ചേർക്കാനായിട്ട്. ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നുപോയായിരുന്നു. എന്നാന്ന് വെച്ചാൽ ഞാനൊരു ഇത്തിരി ഉലുവ വറുത്ത് പൊടിച്ചേക്കണതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കും കേട്ടോ. മറന്നുപോയി കാണിക്കാനായിട്ട്. അപ്പോൾ കറിക്കൊരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ കിട്ടും. ഇനി എണ്ണയിൽ തന്നെ കിടന്ന് നല്ലപോലെ ആ മുളകും സാധനങ്ങളെല്ലാം ഒക്കെ ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമുക്ക് ആ കൂടെ ഉപ്പിടാം. ഇതിനകത്തേക്ക് തന്നെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് മുളകെല്ലാം ചേർത്തോട്ടോ. ഇവിടെ ഇത്തിരി എരിവ് കുറവ് മതി എല്ലാവർക്കും. അത് കാരണം കൊണ്ട് ഇവിടെ ഇത്തിരി എരിവ് കുറവാണ്. നല്ലപോലെ വഴണ്ട് വന്നു കഴിയുമ്പോൾ അപ്പോൾ ഈ മുളക് ഏകദേശം ഈ കളറായില്ലേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ഇച്ചിരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒഴിക്കാം. കുറച്ച് ഒഴിക്കണം ആദ്യം. അത് ഈ വെള്ളത്തിൽ കിടന്ന് ഇത് എണ്ണയെല്ലാം കൂടെ മൂടിയിട്ട് വഴണ്ട് വരുമ്പോൾ ഇതിൻ്റെ എണ്ണയെല്ലാം നല്ലപോലെ അങ്ങ് തെളിയും. അപ്പോൾ നമുക്ക് ഈ കൂടെ തന്നെ കുടംപുളി ഇട്ട് കൊടുക്കാം. കുടംപുളിയും കൂടെ ഇടുവാണ് ഇതിനകത്തേക്ക്. അപ്പോൾ ഇത് ഇങ്ങനെ വഴണ്ട് ആ എണ്ണ മൊത്തം തെളിയണം. എന്നാലാണ് അതിൻ്റെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു സൂപ്പർ ടേസ്റ്റ് ആവുള്ളൂ. മുളക് കറി പറ്റിച്ച മീൻ കറി. ഇത് കണ്ടോ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി കണ്ടോ. എന്നിട്ട് നമുക്കിനി ആവശ്യത്തിന് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് തിളച്ചിട്ട് വേണം കേട്ടോ മീൻ പറക്കിയിടാൻ. വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ആ മീനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് മീൻ കുറച്ചേ ഉള്ളൂ. 1/2 കിലോ മീനാണ് എടുത്തേക്കണേ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മതി. ഇനി ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കണം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ പറക്കിയിടാം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഇത് മുളകിൻ്റെ ചാറ് തിളച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ അങ്ങിടാവേ. ഇനി ഇതവിടെ ഇരുന്ന് നല്ലപോലെ വേവട്ടെ, എന്നിട്ട് വെന്തിട്ട് പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ കൂടിയ 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വേവും. നോക്കാം. നല്ലപോലെ പറ്റിയിട്ടോ, ഇത് കുറച്ചല്ലേ ഉള്ളൂ, അപ്പം ഞാൻ അതുപോലെ പറ്റിച്ചെടുത്താണ്. അതുപോലെ ഒരു കാര്യം അറിയാം, നമ്മൾ മീൻകറി ഇപ്പം അധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദിവസവും ഏതെങ്കിലും ഒരു നേരത്തെ മീൻകറി നല്ലപോലെ തിളപ്പിച്ച് വെച്ചാൽ മീൻകറി കേടാവുകയില്ല. അതുപോലെ തന്നെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. മീൻകറി തിളപ്പിച്ച് ഓരോ ദിവസം ചെല്ലുന്നവർ അതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.